ഒറ്റ കാര്യമേ CPM-നോട് ഞാൻ പറയുന്നുള്ളൂ. ഈ ചുളുവില് ന്യൂനപക്ഷ സമുദായങ്ങളുടെ തന്ത ചമയാൻ വരരുത്. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരനെ പാഠപുസ്തക കമ്മിറ്റിയിൽ എടുത്തത് ഞങ്ങളല്ലല്ലോ, CPM-കാരാ, നിങ്ങളല്ലേ. മതമല്ല 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 പ്രശ്നം എന്നാ കേട്ടോ. ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം. അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. പാർട്ടി മുസ്ലിം ലീഗാണ്. അതിലെ തന്നെ ഏറ്റവും തീവ്ര മുസ്ലിം എന്നൊക്കെ ഉള്ളതാണ് പുറത്തുള്ള ആക്ഷേപം. പക്ഷെ പേര് KM ഷാജി. മതമോ ജാതിയോ ഒന്നും പിടിക്കാൻ പറ്റാത്ത ഒരു പേരാണ്. ഈ പേര് പരയാണോ ഗുണമാണോ? അതൊരു ആരോപണമാണ് എന്നതിൻ്റെ ഒരു തെളിവാണ് ആ പേര്. ഞാൻ ജീവിച്ചു വന്നത് വയനാട്ടിലാണ്. വളരെ എല്ലാ സമൂഹങ്ങളും ഒരുപോലെ പാർക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടൊന്നും സംഘർഷങ്ങളൊന്നും ഒരു തരത്തിൽ നടക്കാത്ത വലിയ സൗഹൃദമുള്ള നാടാണ്. അങ്ങനെയാണ് സ്കൂളിലെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്നത്. അപ്പം എൻ്റെ ക്ലാസ്സിൽ 3 ഷാജിമാരുണ്ടായിരുന്നു. ഒന്നൊരു ക്രിസ്ത്യനായിരുന്നു, ഒന്നൊരു മുസ്ലിമായ ഞാനായിരുന്നു, ഒന്നൊരു ഹിന്ദുവായ ഷാജിയായിരുന്നു. അപ്പോൾ ഈ വ്യത്യസ്തമായിട്ട് സ്കൂളിനകത്തുണ്ടായിരുന്നു, എൻ്റെ ബാച്ചിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു അപ്പോൾ ഇതിൽ വേറെ രസമുണ്ട്, അറിയാത്തൊരു കാര്യമുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് ബാബു എന്നാണ് വിളിക്കൽ. അത് ഈ പറഞ്ഞ പോലത്തെ ഒരു പേരാണ്. അവൻ്റെ പേര് സൈദലി എന്നാണ്, പക്ഷേ അവൻ്റെ പേര് ബാബു എന്നാണ് വിളിക്കുക. അപ്പോൾ അതൊന്നൊരു അങ്ങനെ ഒരു നിശ്ചയിക്കപ്പെടേണ്ടതല്ല മതവും വിശ്വാസവും എന്നൊക്കെ ഉള്ള ഒരു ധാരണയുടെ ഭാഗമായിട്ടാണ് സത്യത്തിൽ. പിന്നെ ഞാൻ അത് തുടക്കം. പക്ഷേ ലീഗിലേക്കൊക്കെ വരുമ്പോൾ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, അതിനിടയ്ക്ക് ഒരു KM ഷാജിക്ക് കയറി വരാൻ കുറച്ച് പാടായിരുന്നോ? അല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല സത്യത്തിൽ. അതൊന്നുമല്ല കാര്യം എന്നാണ് എൻ്റെ ഒരു വിശ്വാസവും. എനിക്ക് ലീഗിനകത്ത് ഈ പേര് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് ഒന്നും ഒരിക്കലും. എന്നിട്ട് ഇപ്പോൾ വന്ന് നിൽക്കും നോക്കൂ, മതമാണ് 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 പ്രശ്നം എന്ന് പറയുന്ന KM ഷാജി ഈ സെക്കുലറൊക്കെ അടിച്ചിട്ട് വരുന്ന ആളാണ്. അതെ അതെ. ഇതെങ്ങനെയാണ് താങ്കൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? മതമാണ് പ്രശ്നം എന്ന് പറയുന്നത് എന്താ തെറ്റെന്ന് എനിക്ക് തോന്നുന്നത്. മതമല്ല പ്രശ്നം എന്ന് പറയുന്നത് തെറ്റ്. കാരണം 4599 ജാതി മതങ്ങളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ മതമാണ് പ്രശ്നം. മതത്തിൻ്റെ പേരിലാണ് കൊല്ലുന്നത്, മതത്തിൻ്റെ പേരിലാണ് വിഭജിക്കപ്പെടുന്നത്. രാജ്യം വിഭജിക്കപ്പെട്ടത് മതത്തിൻ്റെ പേരിലാണ്. മതത്തിൻ്റെ പേരിലാണ് മനുഷ്യൻ്റെ ഭക്ഷണത്തെയും വസ്ത്രത്തെയും തീരുമാനിക്കുന്ന ഒരു രാജ്യത്ത് മതമല്ല പ്രശ്നം എന്ന് പറയുന്ന പോലെ ഒരു പൊട്ടത്തരല്ല. പക്ഷേ പ്രസംഗത്തിൻ്റെ കോണ്ടെക്സ്റ്റ് അതല്ല. 2021 കോഴിക്കോട് കടപ്പുറത്ത് നടന്ന പ്രസംഗത്തിൽ തീവ്രവാദികളിൽ അല്ലെങ്കിൽ നാസ്തികരായ CPM-കാർ കമ്മ്യൂണിസ്റ്റുകാർക്ക് പുറകെ പോകരുത്, നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി വേണം, നമുക്ക് മതമാണ് പ്രശ്നം, അങ്ങനെയാണ് പറഞ്ഞത്. അല്ല അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്, മതമല്ല 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 പ്രശ്നം എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്നാൽ ഓരോരുത്തർക്കും ഇന്ത്യയിൽ മതമാണ് 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 പ്രശ്നം. എനിക്ക് എൻ്റെ മതം പ്രശ്നം തന്നെയാണ്. എൻ്റെ വിശ്വാസത്തെ ഒന്നിൻ്റെ പേരിലും അടിയറ വെക്കാൻ ഞാനൊരുക്കല്ല. ഞാനെന്നല്ല, ഇന്ത്യയിലെ ഒരു മതസമൂഹം ഒരുക്കല്ല. ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ പ്രശ്നം എന്താണ്? വർഗീയത എന്ന് പറയുന്നതാണ് പ്രശ്നമെങ്കിൽ അപരമതദ്വേഷമാണ് വർഗീയത. വേറൊരു മതത്തെ നമ്മൾ ദ്വേഷിക്കലോ അല്ലെങ്കിൽ ആ മതത്തിനെതിരെ നിൽക്കലോ ആണ് വർഗീയത. എൻ്റെ മതത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നതിൽ എനിക്ക് കുഴപ്പമുണ്ടെങ്കിൽ റാം റാം എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജി മരിച്ചുപോയില്ല. അല്ല, അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് പറയണം. ഈ മതം എന്ന് പറയുന്നത് തീവ്രമായതുകൊണ്ട് അതുകൊണ്ട് മതം ഇന്ത്യയിൽ ഒരു പ്രശ്നമാണ് എന്നുള്ളതാണോ, മതം എൻ്റെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്? ഇത് രണ്ടും താങ്കൾ ഇപ്പോൾ പറഞ്ഞില്ലേ? രണ്ടുമാണ്. മതം എൻ്റെ ഐഡൻറ്റിറ്റിയാണ്, എൻ്റെ ഐഡൻറ്റിറ്റിയാണ്. എൻ്റെതെന്നല്ല, ഇന്ത്യയിലെ 99% മനുഷ്യരുടെ. അപ്പോൾ മതം ഒരു പ്രശ്നം ആയതുകൊണ്ട് മതം താങ്കൾക്കും ഒരു പ്രശ്നമാണ്? ആണ്, തീർച്ചയായിട്ടും മതം ഒരു പ്രശ്നമാണ്. ഇവിടെ മതത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്നു, മതത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നു, മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെട്ട ഒരു രാജ്യത്ത് നമ്മൾ പിന്നെയും മതവും പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ മതം? അപ്പം മതം പറയണ്ടേ? പറയാതിരിക്കുന്നതല്ലേ നല്ലത്? പറയണം എന്നാണ്. പറയാതിരുന്നോണ്ട് കാര്യമില്ല. പറയാതിരിക്കുന്ന കാപട്യമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണോ നമ്മുടെ പെൺകുട്ടികളെ റോഡിലിറക്കി നൃത്തം ചെയ്യിപ്പിക്കുന്നു അവർ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റോടെ വരുന്നുണ്ട്? അതൊരു സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായൊരു കോണ്ടസ്റ്റാണ്. അന്ന് മനഃപൂർവ്വം ഒരു തെരുവ് നാടകം കമ്മ്യൂണിറ്റിയുടെ തട്ടം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട, സ്ഥലം മറക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് ആ ഡാൻസ് ഉണ്ടാവുന്നത്. എല്ലാവർക്കും അറിയാം. അതിനെയാണ് ഞാൻ വിമർശിച്ചത്. അതല്ലാതെ ആ സാധനത്തിനെ കൊണ്ടുവന്നിട്ട് പുറത്തിറങ്ങുന്ന പെണ്ണുങ്ങളൊക്കെ അങ്ങനെ പറയുന്ന ആളുമല്ല. എൻ്റെ ലൈഫ് സ്റ്റൈലോ എൻ്റെ രീതിയോ അങ്ങനെയല്ല. KM ഷാജി, ഓരോ സമയത്ത് ഓരോ രീതിയിൽ താങ്കൾ പറയുന്നു എന്നുള്ളതാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, എനിക്ക് തോന്നിയിട്ടുള്ള വിമർശനം. IS പോലെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇതൊരു 5-6 വർഷം മുമ്പത്തെ താങ്കളുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ മാസം ഒക്ടോബറിൽ വരുമ്പോൾ താങ്കളുടെ പ്രസംഗം വരുമ്പോൾ ലീഗിൻ്റെ വഴിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി വരുന്നു, അവർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് നല്ല കാര്യമാണ്. എവിടുന്ന് എവിടെ എത്തി? ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ഐഡിയോളജിക്കലായിട്ടുള്ള വ്യത്യാസത്തിൽ തരിമ്പും വ്യത്യാസം ഇപ്പോഴും ഇല്ല. ഒന്നുകിൽ എന്ത് ചെയ്യണം, ലീഗ് ജമാഅത്ത് ഇസ്ലാമി ആവണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ജമാഅത്ത് ഇസ്ലാമി ലീഗ് ആവണം. അതല്ലേ ഇതിലെ പ്രശ്നം. ഞാൻ ഒരു ഒറ്റ കാര്യം നിങ്ങളോട് പറയാം. ഐഡൻറ്റിറ്റി പൊളിറ്റിക്സുമായി വന്ന വിവാദത്തിൽ ജമാഅത്ത് ഏത്,
മുസ്ലിം ലീഗ് ഏത് എന്നറിയാതെ ആരെങ്കിലും ന്യായീകരിച്ചു പോകുന്നുണ്ടെങ്കിൽ സൗഹൃദത്തിൻ്റെ സമയത്തും രാഷ്ട്രീയ സമരസങ്ങളുടെ സമയത്തും ഇത് പാടില്ല എന്ന് തന്നെ ഞാൻ അണികളോട് പറഞ്ഞത്. ഈ പ്രസംഗം പോലും എവിടെയെന്നറിയോ? പാർട്ടി അണികൾ മാത്രം ഇരിക്കുന്ന സാഹസിലാണ്. സ്വാഭാവികമായിട്ട് ലൈവ് കൊടുത്തിട്ട് പുറത്തു പോയതാണ്. ഞാൻ സംസാരിക്കുന്നത് അവരോടാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ തിരിയാതെ പോകരുത്. ജമാഅത്തെ ഇസ്ലാമി ആയിട്ടുള്ള പ്രശ്നം, ജമാഅത്തെ ഇസ്ലാമി IS-മായി സമീകരിക്കുന്നു ഒരു സമയത്ത്. ഇപ്പോൾ ആ ജമാഅത്തെ ഇസ്ലാമി UDF-നെ വോട്ട് ചെയ്യാതെ വന്നാൽ അത് വോട്ട് കൊള്ളാം. അവർ ചെയ്യുന്നോ ഇല്ല എന്നുള്ളതല്ല. അവർ UDF-ൻ്റെ ഘടകകക്ഷി ആകുമ്പോഴാണ് നിങ്ങൾ ഞങ്ങളോട്, ലീഗിനോട് ഇതെന്തേ എന്ന് ചോദിക്കേണ്ടത്. അവരുടെ വോട്ടുകൾ UDF-ന് അനുകൂലമായി വീഴുന്നു എന്നതിനെ ഞങ്ങൾക്ക് അനുകൂലമായി വരുന്ന വോട്ടുകളെ അത് വേണ്ടെന്ന് പറയേണ്ട കാര്യം വേണ്ടെന്ന് പറയണ്ട. പക്ഷേ ലീഗിന്റെ വഴിയിൽ ജമാഅത്തെ ഇസ്ലാമി വരുന്നു, രാഷ്ട്രീയത്തിലേക്ക് അവർ വരുന്നത് നല്ല കാര്യം തീർച്ചയായിട്ടും എന്ന് പറയുന്നുണ്ട്. ലീഗിന്റെ വഴിയിലേക്ക് അവർ വരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ വന്നു. ലീഗ് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയാണ്, എന്റെ ലീഗ് ചോദ്യം ലീഗാണ്. രണ്ടാണ്. അത് ഞാൻ ആദ്യം ഒരു പറഞ്ഞു. കാലത്ത് ഒന്നാകാൻ പോകുന്നില്ല. അത് ഞാൻ അവർ നിങ്ങളുടെ ആദ്യമേ വഴിയിൽ പറഞ്ഞു. വരില്ല. അത് ആദ്യമേ ഞാൻ പറഞ്ഞു. ഐഡിയോളജിക്കലി ജമാഅത്തെ ഇസ്ലാമി എത്ര തന്നെ പറഞ്ഞാലും അങ്ങനെ തന്നെ ഡിഫറൻ്റ് ആണ്. അത് IS തന്നെയാണ്. അങ്ങനെ തന്നെ ഡിഫറൻ്റ് ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു സമയത്ത് നടത്തുന്ന പ്രസംഗത്തിലെ ഒരു വാചകത്തെ വെച്ചിട്ട് എല്ലാ സമയത്തും പറയാൻ കഴിയില്ല. അതിന്റെ തീവ്രതയാണ് ഉദ്ദേശിച്ചത്. ജമാഅത്തെ ഇസ്ലാമി UDF-ന്റെ ഘടകകക്ഷിയാണോ അസോസിയേറ്റ് മെമ്പറാണോ? രണ്ടുമല്ലല്ലോ. രണ്ടുമല്ലാത്ത സാഹചര്യത്തിൽ UDF-ന് രാഷ്ട്രീയമായി ശരിയാണ് എന്നവർ അംഗീകരിക്കുന്നത് കൊണ്ടല്ലേ UDF-ന് വോട്ട് ചെയ്യുന്നത്? അത് അവരുടെ കാര്യം. ഞാൻ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഇത്ര രൂക്ഷമായി വിമർശിച്ച KM ഷാജി അവർ നമ്മുടെ വഴിയിലേക്ക് വരികയാണ്, കൊള്ളാം, അവർ വരട്ടെ, നല്ല കാര്യം എന്ന മട്ടിൽ പറയുമ്പോൾ എന്ത് മനസ്സിലാക്കണം? മുസ്ലിം ലീഗ് ഞാൻ പറയാം, മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യം, മതേതരത്വം, രാഷ്ട്രീയ ആശയങ്ങൾ, അതിലേക്ക് RSS വന്നാൽ നിങ്ങൾ ഒരു കാലത്തും ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറയണോ? അതേ അർത്ഥമാണ്. ജമാഅത്തെ ഇസ്ലാമി ലീഗിന്റെ വഴിയിലേക്ക് വന്നാൽ സ്വീകരിച്ചേ പറ്റൂ, കാരണം അവർ ലീഗിനെ അംഗീകരിക്കുകയാണ്. ഞാൻ ഈ താങ്കളുടെ ഈ സംഭാഷണത്തിന്റെ ക്യാപ്ഷൻ കൊടുക്കുകയാണ്, RSS നമ്മുടെ വഴിയിൽ വന്നാലും സ്വീകരിക്കും, ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി വന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. ഞാൻ പറയുന്നത് ലീഗ്, അതിന് മുമ്പ് ഞാൻ പറഞ്ഞ വാചകം കട്ട് ചെയ്യരുത്. ലീഗ് ഉയർത്തുന്ന ജനാധിപത്യം, ലീഗ് ഉയർത്തുന്ന മതേതരത്വം, ലീഗ് ഉയർത്തുന്ന രാഷ്ട്രീയ സമീപനങ്ങൾ, ഇത് അംഗീകരിക്കാൻ ആര് വന്നാലും സ്വീകരിക്കാലോ. ആര് വന്നാലും സ്വീകരിക്കാലോ. ഞാൻ ചോദിക്കുന്നത് അപ്പോൾ അവരൊക്കെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അല്ല, അത് ഞാൻ പറയണില്ല. സ്വീകരിച്ചാൽ അഴീക്കോട് മത്സരിക്കുമ്പോൾ SDP-യുടെ വോട്ട് വേണ്ട, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടും വേണ്ട എന്ന് പറഞ്ഞ ഒരു RSS-ന്റെ വോട്ട് സ്വാഭാവികം. അവിടെ നിന്നാണ് ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് എന്ത് പറ്റിയെന്നായി പറയുന്നത്? ജമാഅത്ത് ഇസ്ലാമിക്ക് ഒന്നും പറ്റിയില്ല. ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ തമ്മിൽ സഹകരിക്കാൻ അത്രേ ഉള്ളൂ. അവിടെയാണ് നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആവാത്തൊരു ഷാജി ഉണ്ടാവുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഞാനിങ്ങനെ മാറ്റി പറയണമെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്നറിയോ? അന്ന് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. കേരളം മുഴുക്കെ ഞാൻ SDPIക്കെതിരെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജിക്കലായിട്ടുള്ള ഇഷ്യൂസിനെതിരെ സമരം ചെയ്യുന്ന കാലമാണ്. ഞാൻ മത്സരിക്കാൻ പോവുക. മത്സരത്തിൽ വോട്ട് വാങ്ങേണ്ട ഘട്ടം വരുമ്പോൾ ഞാൻ എൻ്റെ സ്വഭാവം മാറ്റാം. ഞാൻ പറഞ്ഞു, ഞാൻ തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, തങ്ങളുടെ മാത്രം പെർമിഷനോട് കൂടിയാണ് അത് പറയുന്നത്. ഇത് കേരളത്തിൽ മത്സരിക്കുന്ന ഒരു ലീഗുകാരന് ബാധകമാണെന്നല്ല. ഞാൻ ഇന്ന് വരെ പറഞ്ഞ ഒരു ആശയത്തിൻ്റെ പേരിൽ എൻ്റെ പിറകിൽ നിന്ന പ്രവർത്തകരോട് ഞാൻ പറയുന്നു, തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിലും ഞാൻ അവരോട് കോംപ്രമൈസ് ഇല്ല. എനിക്ക് എൻ്റെ വോട്ട് ഞാൻ പറഞ്ഞത് UDF അല്ല. അത് മനസ്സിലാക്കാം. എനിക്ക് എൻ്റെ വോട്ട് ഇപ്പോഴും തന്നെ ചോദിക്കുന്നത്, താങ്കളുടെ വോട്ട് അല്ല. ഞാൻ മത്സരിക്കുന്നോ തീരുമാനിച്ചിട്ടില്ലേ? വോട്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയേണ്ട കാര്യമുള്ളൂ. 2011, 16, 21 മണ്ഡലം അഴീക്കോടാണ്. ഇത്തവണ താങ്കൾ അഴീക്കോടല്ല മത്സരിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയുന്നു. കാസർഗോഡായിരിക്കാം, ചിലപ്പോൾ കോഴിക്കോടായിരിക്കാം. അതുകൊണ്ടാണ് മെല്ലോട്ട് ഡൗൺ. അഴീക്കോടിനേക്കാൾ സേഫാണ് നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് മണ്ഡലം. സേഫ്റ്റി അല്ല, വോട്ടർമാരുടെ ഘടനയാണ് പറഞ്ഞത്, മത ജാതി ഘടന വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. കോഴിക്കോട് ഞാൻ പറയാം, ഒരിക്കലും അങ്ങനെയല്ല. അഴീക്കോട് നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾക്കറിയാം ഒരു 20-something മാത്രം മുസ്ലിങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ആ രാഷ്ട്രീയം പറഞ്ഞെങ്കിൽ അഴീക്കോടത് ഉപേക്ഷിച്ച് പോരണ്ടേ? ഞാനിപ്പോഴും രാഷ്ട്രീയം പറയുന്നുണ്ടെന്ന് എൻ്റെ വിശ്വാസം. ഇവിടുത്തെ എക്സ്ട്രീമിസ്റ്റുകൾക്കെതിരെ ഞാൻ ഒരു കാലത്തും കോംപ്രമൈസ് ചെയ്യില്ല. വോട്ടുകൾക്ക് വേണ്ടി എന്നല്ല, ഒരു കാലത്ത് ഷാജി കോംപ്രമൈസ് ചെയ്യില്ല. പക്ഷേ ഞാൻ ഈ ഫ്ലോറിലിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള ആൾക്കാർ മത്സരിക്കുന്ന എല്ലാവർക്കും ഷാജിയുടെ ബോധ്യങ്ങളുമായി എടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു ഡാമേജ് വരുന്നതിനെ എനിക്ക് ഭയപ്പാടുണ്ട്. ഈ ചിന്താവിഷയ ശ്യാമളയിൽ ശ്രീനിവാസൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, പാർട്ട് ടൈം ഭക്തി, അങ്ങനെ ഒരു ഭക്തി ഉണ്ടോ എന്ന് പറയുന്ന പോലെ ഒരു പാർട്ട് ടൈം വിരോധം അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമല്ല. എൻ്റെ വിരോധത്തിന് എൻ്റെ അഭിപ്രായങ്ങൾക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട്. അത് ഒരു പക്ഷേ നമ്മളുടെ ഒരു മീഡിയ റൂമിലെ ചെറിയൊരു ഡിസ്കഷനകത്ത് വിശദീകരിക്കാനൊന്നും പറ്റിക്കോണമെന്നുണ്ടാവില്ല. പക്ഷെ അതിലെനിക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട്. അതിൽ ഞാനൊരു കാപട്യം കലർത്തുന്ന പ്രശ്നമേ ഇല്ല. ഐഡിയോളജിക്കലി ഞാൻ പറഞ്ഞു, ഒരു തരത്തിലും മുസ്ലിം ലീഗ് നിൽക്കുന്ന പ്രതലത്തിൽ ജമാഅത്ത് നിൽക്കില്ല, ജമാഅത്ത് നിൽക്കുന്ന പ്രതലത്തിൽ മുസ്ലിം ലീഗും പോവില്ല. ഉറപ്പാണ്.
ഉറപ്പാണ്. എന്താ സംശയമുള്ളത്? അപ്പൊ പിന്നെ ജമാഅത്തെ ഇസ്ലാമി ലീഗിന്റെ വഴിക്ക് വരുന്നൊക്കെ പറഞ്ഞ ചുമ്മാ പ്രസംഗത്തിൽ അടിച്ച അല്ല. വോട്ട് ചെയ്യുക എന്ന നിലപാടിലേക്ക് ജമാഅത്ത് ഇസ്ലാമി വന്നത് എപ്പോഴാ? വളരെ റീസൺ അല്ലേ. ഞങ്ങളോ 948 മുതൽ 48 മുതൽ ഞങ്ങൾ ഉണ്ടായി. 47 മുതൽ തന്നെ ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ലേ? അപ്പം വോട്ട് ചെയ്യാൻ അവർ വന്നത്, ബൂത്തിലേക്ക് വന്നത് ഞങ്ങളുടെ ആശയത്തിലേക്കല്ലേ? അതിപ്പോ എല്ലാവരും BJP വരെ അങ്ങനെയാണ്. അപ്പൊ BJPയുടെ ആശയത്തിലേക്ക് ജമാഅത്ത് ഇസ്ലാമി വരും എന്ന് പറയുന്നത് പോലെ അബ്സർഡാണ് ആ വാദം. അല്ലല്ല, അത് വിട്ടേരെ. അങ്ങനല്ല, വിടില്ല. ഞാൻ ഒരിക്കലും വിടില്ല. കാരണം ഞാൻ പറഞ്ഞ വാദമാണ്. എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി സെക്കുലറിസത്തെ അംഗീകരിച്ചാൽ, ജമാഅത്തെ ഇസ്ലാമി വോട്ട് രാഷ്ട്രീയത്തെ അംഗീകരിച്ചാൽ, ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യത്തെ അംഗീകരിച്ചാൽ, ഞങ്ങൾ അവരോട് പറയണം, നിങ്ങളൊരു കാലത്തും ഇത് ചെയ്യരുതേ. കാരണം നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി പഴയ ആശയം വെച്ചിട്ട് നിങ്ങൾ അപ്പോട്ട് പോകണമെന്നാണ് ഞങ്ങൾ പറയേണ്ടത്. ജമാഅത്ത് ഇസ്ലാമിയുടെയും SDP വോട്ടുകൾ വേണ്ട എന്ന് പറഞ്ഞ KM ഷാജി ഈ തെരഞ്ഞെടുപ്പിൽ അതേ നിലപാട് ആവർത്തിക്കുമോ? ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് ഇനിയും 3-3.5 മാസക്കാലം സമയം ബാക്കിയുണ്ട്. ഞാൻ ആ പറഞ്ഞ സാഹചര്യം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞു. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ഞാൻ അവർക്കെതിരെ പോരാട്ടം നടത്തുക. ഇപ്പോഴും ആണല്ലോ. അല്ലല്ല, ഞാൻ യൂത്ത് ലീഗ് പ്രസിഡന്റ് അല്ല. അല്ലല്ല, ഈ മതരാഷ്ട്രവാദത്തിനെതിരൊക്കെ ഇപ്പോഴും പോരാട്ടത്തിലാണ്. അല്ല, അന്നതല്ല, അതിൻ്റെ ഫ്രണ്ടിൽ ഞാനാണ്. എന്നെ വിശ്വസിച്ചിട്ടാണ് എത്ര ആളുകൾ പിന്നെ പരിക്ക് പറ്റി, എത്ര ആൾ കൊല്ലപ്പെട്ടു. എന്നിട്ട് ഞാൻ പോയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോംപ്രമൈസ് നിൽക്കാവുന്ന അത്രമേൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന സമയമാണത്. ആ സമയത്ത് ആ ഫൈറ്റിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലില്ല. നിങ്ങൾക്കറിയാലോ SDP എവിടെ നിൽക്കുന്നത്? SDP കേരളത്തിൽ തിളച്ചു. ഈ കടപ്പുറം കോഴിക്കോട് SDP എത്ര സമ്മേളനങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയാണ്. നിങ്ങൾ കണ്ടതല്ലേ? SDP അവിടെ ഉണ്ടോ? ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ സമീപനം എടുക്കേണ്ടത് ഐഡിയോളജിക്കലി അല്ല കേട്ടോ. ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ സമീപനം എടുക്കേണ്ടത്, അവരെ ഒറ്റപ്പെടുത്തേണ്ടത്, അവരെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതിനൊക്കെ ആ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ SDP ഒട്ടും മാറിയിട്ടില്ല. അവരുടെ നിലപാട് അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിലെന്താ മാറ്റം ഉണ്ടായത്? മാറ്റം ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ദുർബലമായി നിൽക്കുന്ന ഒരു വിഭാഗത്തെ പിന്നെയും പോയിട്ട് അവരെക്കുറിച്ച് മാത്രം, ഇവിടെ വലിയ ഫാസിസ്റ്റം, ഇവിടെ മനുഷ്യർക്കെതിരെ ഏറ്റവും വലിയ നരഹത്യകൾ നടത്തുക, മനുഷ്യരെ പൂർണ്ണമായി പാർശ്വവൽക്കരിക്കപ്പെടുക. ആ സമയത്തും പോയിട്ട് അവിടെ പോയിട്ട് ഒരു നിങ്ങൾ പറയുന്നത് ഈ 10,000 ലക്ഷക്കണക്കിന് മെമ്പർമാരുടെ ഇടയിൽ 100 ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ മാന്തി പിടിച്ചിട്ട് നിങ്ങളെ ഞാൻ വിടൂല എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ നമ്മൾ ഇപ്പൊ നമ്മൾ തന്നെ എത്ര സംസാരിച്ചു. ജമാഅത്തെ ഇസ്ലാമി വിവാദം സത്യത്തിൽ UDF പറ്റിയ ഒരു ട്രാപ്പാണോ? നിങ്ങൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു നിലപാട് UDF എടുക്കുമ്പോൾ അതിനെ ഒരു ആയുധമാക്കിയെടുക്കാൻ ഒരിക്കലും CPM കഴിയാത്തത് അവർ നേരത്തെ തന്നെ നടത്തിയ ബാന്ധവം കൊണ്ടാണ്. ഇപ്പോൾ ചർച്ചയുടെ ഫോക്കസിലേക്ക് അതിനെ കൊണ്ടുവരിക, മാറാട് കല ഓർമ്മിപ്പിക്കുക, വിച്ച് ഈസ് അബ്സർഡ്. ഇതൊക്കെ വന്നിട്ട് ചർച്ചയുടെ ഒരു ഫോക്കസ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാകുമെന്ന് പോലെ എനിക്ക് സംശയമുണ്ട്. അത് ഒരു അബ്സർഡായ ഒരു നീക്കമായി പെട്ടുപോയോ? കുറേ കൂടെ വിസിബിളായിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് ഇടതുപക്ഷക്കാരൻ ഈ പറയുന്നവൻ്റെ ആത്മാർത്ഥത, ഈ പറയുന്നവൻ്റെ സത്യസന്ധത, അവരെടുക്കുന്ന കിട്ടാത്ത മുന്തിരി വിളിക്കുന്നൊക്കെ പറഞ്ഞ പോലെ എടുക്കുന്ന സമീപനങ്ങൾ ജനങ്ങൾക്ക് വളരെ ബോധ്യമാണ്. അല്ലായിരുന്നെങ്കിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ ശക്തമായിട്ട് ജമാഅത്തെ ഇസ്ലാമി വിഷു ഉയർത്തിക്കൊണ്ടുവന്നല്ലേ? തൊട്ട് മുമ്പല്ലേ ബാലൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഈ ഭൂരിപക്ഷ വിഭാഗം എന്ന് പറയുന്നവരൊക്കെ മൈനോറിറ്റി സംഘടിക്കുമ്പോഴേക്കും ബേജാറാവുന്നവർ, പേടിക്കുന്നവർ എന്ന ധാരണ ആദ്യം നമ്മൾ മാറ്റിവെക്കണം. എന്ന് വെച്ചാൽ 20%, 30%, 40% മുസ്ലിം വോട്ടർമാർ മാത്രമുള്ള മണ്ഡലങ്ങളിൽ 100 കണക്കിന് ലീഗുകാർ ജയിച്ചു വന്നിട്ടുണ്ട്. ഇത് കടുത്ത ആക്ഷേപം നടന്ന കാലമാണ്. BJPക്ക് ആവുന്ന പോലെ ഒരു പണിയെടുക്കുന്നുണ്ട്. പക്ഷേ CPM ഞങ്ങളെ കോർണറൈസ് ചെയ്തിട്ട് ലീഗിനെ, കാരണം ഗോവിന്ദ മാഷ് ഒരിക്കലും പറയാത്ത വർഗീയ സംഘടനയാണ് ലീഗിനെതിരെ ആക്ഷേപം ഉന്നയിച്ചു. ബാലനെ പോലെ ലീഗിനെ നേരിട്ട് ആക്രമിക്കാൻ പറ്റാത്ത ജമാഅത്തിനെ കൂട്ടിവെച്ച് ആക്രമിച്ചു. എന്നിട്ട് ഞങ്ങൾ 100 കണക്കിന് ആളുകൾ ജയിച്ചത് ഈ രാജ്യത്തിലെ നിങ്ങൾ പറയുന്ന ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ വോട്ട് ചെയ്തിട്ടാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റോടെ വരുന്നുണ്ട്, ഈ ഭരണം പിടിക്കേണ്ടത് സമുദായത്തിന് വേണ്ടിയിട്ടാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഈ അടുത്തിടയ്ക്ക് പറഞ്ഞതായി കേൾക്കും. ഞാൻ കേട്ടില്ല, ഞാൻ വായിച്ചതാണ്, സത്യമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് മൈനോറിറ്റിക്ക് നഷ്ടപ്പെട്ട അവകാശങ്ങൾ തിരിച്ചു പിടിക്കാനാണ് ഈ ഭരണം. നമുക്ക് ഭരണം കിട്ടേണ്ടത്. എന്താ അതിൽ തെറ്റുള്ളത്? നമ്മൾ ഒരു സമൂഹത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഡിപ്ലോമസിയുടെ പേരിൽ, ഈ മറ്റുള്ളവനെ ബോധിപ്പിക്കാനുള്ള കപട മതേതരത്വത്തിൻ്റെ പേരിൽ പറയാനുള്ളതിനെ പറഞ്ഞു തന്നെ പോകുന്നതാണ് ശരി. അതല്ലാതെ നമ്മളുടെ ഈ ഫേസ് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കാപട്യങ്ങൾ പറഞ്ഞിട്ട് മനുഷ്യനെ പറ്റിക്കലല്ല. മുസ്ലിം ലീഗ് ഒരു സാമുദായിക രാഷ്ട്രീയ പാർട്ടിയാണ്. മറ്റുള്ളവരുടെ അവകാശത്തിൽ കൈവെക്കാൻ പാടില്ല. ഞാൻ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങൾ സർവേ എടുത്തോളൂ, കണക്കെടുത്തോളൂ. ഒരു കട്ടൻ റുപ്പികയുടെ ആനുകൂല്യം മുസ്ലിം സമുദായത്തിന് അന്യായമായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കൂടിയാവണം നിങ്ങളുടെ സമരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നഷ്ടപ്പെട്ടത് തിരിച്ചു വാങ്ങുന്നത്
ഒരു 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 മോശമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആ സ്റ്റേറ്റ്മെൻറ്റിൽ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കപട മതേതരത്വം ഒരു വലിയ പ്രശ്നമായതുകൊണ്ടാണോ LGBTQ+ സമുദായത്തെക്കുറിച്ച് താങ്കൾ നടത്തിയ വിവാദമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ്? ഇവർക്ക് കൗൺസിലിംഗ് ആണ് വേണ്ടതെന്നാണ്. ഇതിൽ 2 തരം ആളുകളുണ്ട് കേട്ടോ. ഇത് വിശദീകരിക്കുമ്പോൾ കുറേ പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഈ പറയുന്നിടത്ത് പിന്നെ എന്താണ് പൂർണ്ണമായിട്ട് ലിംഗപ്രശ്നമുണ്ടായി ജനിക്കുന്ന ആളുകളുണ്ട്. മോസ്റ്റ് ഡിസേർവിങ് കമ്മ്യൂണിറ്റി അവരാണ്. അവർക്ക് ശസ്ത്രക്രിയ നടത്തിയിട്ട് അവർ രക്ഷപ്പെട്ട് വരിക എന്നല്ലാതെ വേറെ സൊല്യൂഷനൊന്നുമില്ല. അത് മോസ്റ്റ് ഡിസേർവിങ് കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ LGBTQ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും സമീകരിക്കാൻ പറ്റില്ല. അതാ വാദം. ഞങ്ങളുടെ നിലപാടാണ് എല്ലാവരെയും. പിന്നെ ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഇപ്പോൾ പിന്നെ സെക്സിനകത്ത് ലെസ്ബിയൻസ് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നത് ശാരീരിക ഇച്ഛയാണ്. ശാരീരിക ഇച്ഛയാണെങ്കിൽ ഹോമോസെക്ഷലിനെയും ലെസ്ബിയനെയും എങ്ങനെ ന്യായീകരിക്കാൻ പറ്റില്ല? കാരണം എന്താണ്? അത് മനോരോഗമാണ്. മനോരോഗത്തെ ട്രീറ്റ് ചെയ്യണം. അതാണ് താങ്കളുടെ നിലപാട്? എൻ്റെ നിലപാട് സംശയമില്ലാത്ത കാര്യമാണ്. ഹോമോസെക്ഷുവാലിറ്റി മനോരോഗമാണ്. ഹോമോസെക്ഷുവാലിറ്റി മനോരോഗമാണെന്നല്ല. ഹോമോസെക്ഷുവാലിറ്റിയും എനിക്ക് സെക്സിൽ വൈകൃതമുണ്ടെന്ന് കരുതിയിട്ട് ശാരീരിക അത് വൈകൃതമല്ല. വൈകൃതമല്ല, ശരീരത്തിലുണ്ടായ തെറ്റായ പിന്നെ തെറ്റായെന്ന് പറഞ്ഞുകൂടാ, ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്വാഭാവികമായി. ഞാൻ നേരത്തെ പറഞ്ഞു മോസ്റ്റ് ഡിസേർവിങ് കമ്മ്യൂണിറ്റിയാണ് അവരെന്ന് ഞാൻ പറഞ്ഞു. അവരെ ആ സമൂഹത്തെ, ആ പറയുന്ന സമൂഹത്തെ അവരുടെ പ്രശ്നങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത്. ശാരീരിക ഇച്ഛ നടപ്പിലാക്കാനുള്ളതല്ല മനുഷ്യ സമൂഹം എന്ന് പറയുന്നത്. മനുഷ്യനൊക്കെ ശാരീരിക ഇച്ഛ നടത്താനും കൂടി ഉള്ളതാണ് മനുഷ്യൻ. അല്ല, അങ്ങനെ ആണെങ്കിൽ ഞാൻ പറയാം, ഈ TP ചന്ദ്രശേഖരനെ കൊന്നിട്ട് 51ാമത്തെ വെട്ടുന്ന ഷാഫി അതിന് കൊടുത്തൊരു കാര്യമുണ്ട്. രക്തം കാണുമ്പോൾ ഷാഫിക്ക് ഒരു ഭയങ്കര സംതൃപ്തിയാണ്. ചീറ്റിത്തെറിക്കുന്ന രക്തം കാണുമ്പോൾ അവൻ്റെ സൈക്കോളജിക്കൽ പ്രശ്നമാണ്. അവൻ്റെ മാനസിക പ്രശ്നവും ശാരീരിക പ്രശ്നവും പരിഹരിക്കാൻ നിങ്ങൾ സമൂഹത്തിൽ സമ്മതിക്കോ? സെക്സ് അതുപോലൊരു പ്രശ്നമാണെന്ന് എന്നാ ഞാൻ വേറെ പറയട്ടെ, പീഡോഫീലിയ സെക്സ് അല്ലേ? പീഡോഫീലിയയും ഗേയും തമ്മിൽ സമീകരിക്കരുത്. ഞാൻ പറഞ്ഞത് സമീകരിക്കലല്ല. ഞാൻ പറഞ്ഞത് ശാരീരിക ഇച്ഛകൾക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയാൽ രാജ്യത്ത് അനാർക്കി ഉണ്ടാവുന്നതാണ്. ഒരാൾക്ക് വേറൊരാളുടെ പുറത്ത് കൈവയ്ക്കാൻ അവകാശമില്ല. 2 പേർക്കും തമ്മിൽ ഉഭയകക്ഷ സമ്മതി പ്രകാരമുള്ള ബന്ധങ്ങൾക്ക് പുതിയ അർത്ഥം ആവട്ടെ അല്ലെങ്കിൽ ലെസ്ബിയൻ ആവട്ടെ അംഗീകരിക്കാൻ ഞാൻ അംഗീകരിക്കുന്നില്ല. ആ സെക്സ് രീതിയെ ഞാൻ അംഗീകരിക്കുന്നില്ല. അതെൻ്റെ സ്വാതന്ത്ര്യമാണ്, അത്രേ ഉള്ളൂ. എനിക്കതിന് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് മാത്രമല്ല, അത് പറയാൻ എനിക്ക് മടിയില്ല. എനിക്കതിനകത്തൊരു കാപട്യമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. എനിക്കും കാപട്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനോട് വിയോജിക്കുന്നു. ശരി, നമുക്ക് വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് വരാം. ഈ പറഞ്ഞതൊക്കെ രാഷ്ട്രീയമാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ രാഷ്ട്രീയമാണ്. തീർച്ചയായിട്ടും അതിനൊരു രാഷ്ട്രീയം ഉണ്ടെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് വരാം. കേരള രാഷ്ട്രീയത്തിൽ KM ഷാജി ഇപ്പോഴത്തെ കണ്ണൂർ വിട്ടിട്ട് കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള മണ്ഡലങ്ങളിലേക്ക്, സേഫ് ഇൻ ദ സെൻസ് വേറെ മണ്ഡലങ്ങളിലേക്ക് പോകുന്നു. കാസർഗോഡ്, അതുപോലെ തന്നെ മലപ്പുറം. ശരിയാണ്. ഏത് കോൺഫിഡൻസ് എടുത്താലും നമുക്കവിടെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം. നിങ്ങൾ അഴീക്കോട് പോയാൽ ഷാജി തോറ്റു. ജയിക്കുന്നവനും മുഴുവൻ ശരിയും തോൽക്കുന്നവനും മുഴുവൻ തെറ്റൊന്നും ആവില്ലല്ലോ. ജനാധിപത്യത്തിൽ അങ്ങനെയാണല്ലോ. എനിക്കവിടെ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ മൈന്യൂട്ട് കമ്മ്യൂണിറ്റി, ഏറ്റവും താഴെത്തട്ടിലുള്ള വിഭാഗങ്ങളെ, മത്സ്യത്തൊഴിലാളികളായാലും നെയ്ത്ത് വിഭാഗമായാലും അവിടുത്തെ സ്കൂളുകളായാലും ഇതൊക്കെ ശ്രദ്ധിക്കുന്നതിനിടയിൽ ഈ പ്രസവക്കൂട്ടലിനും പിന്നെ മാലടിക്കലിനും പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതൊരു പക്ഷേ നമ്മുടെ രാഷ്ട്രീയത്തിൽ വലിയ ഘടകമാണ്. ഞാൻ തിരിച്ചറിയുന്നുണ്ട്. എന്നാലും എനിക്കങ്ങനെ ഞാൻ മരിച്ച വീട്ടിൽ പോയിട്ട് പിന്നെ എന്താണ് ഡെഡ് ബോഡി ആവുക, കല്യാണ വീട്ടിൽ പോയിട്ട് പുതിയാപ്പിളാവുക എന്നൊക്കെ പറയുന്ന രീതി ഉണ്ടല്ലോ. ഞാനുണ്ടായിരുന്നു. ഞാനത് പറ്റില്ല എന്ന് അനൗൺസ് ചെയ്ത് മത്സരിച്ച ഒരാളാണ്. എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വേറെയാണെന്നാണ്. നിയമ നിർമ്മാണ സഭയാണ്, അല്ലാതെ പിന്നെ പേരെടുക്കാൻ പോണ ആളുകളുടെ എണ്ണം നോക്കുന്ന അല്ല സഭ എന്ന് പറയുന്നത്. അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഏത് കോൺസ്റ്റിറ്റ്യുവൻസി തിരഞ്ഞെടുത്താലും പാർട്ടിയോട് പറഞ്ഞാൽ ഞാൻ പ്രിഫറൻസ് പറയും, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ. അങ്ങനെ പറ്റുന്ന സ്ഥലം കാസർഗോഡാണെന്നാണ് അന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാസർഗോഡും ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാരണം കേരളത്തിൻ്റെ അങ്ങേയറ്റം അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ, പ്രത്യേകിച്ച് അവിടുത്തെ ആളുകളോട് ഇടപെടാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട് എന്ന് പാർട്ടി പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും. CPM ഏറ്റവും കൂടുതൽ ഹണ്ട് ചെയ്ത ഒരു ലീഗ് നേതാവ്. ലീഗിനോട് പൊതുവേ CPM ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്ന് നമ്മൾ പല കാലത്ത് പല രീതിയിൽ കേട്ടിട്ടുണ്ട്. ഷാജിക്ക് പക്ഷേ ആ ഒരു പ്രിഫറൻസ് ഇല്ലല്ലോ. എന്താ കാര്യം? അല്ല, എൻ്റെ ഒരു പ്രശ്നം, ഞാനൊരു കുഴപ്പക്കാരനാണെന്നുള്ള ഒരു സാമാന്യ ബോധം എനിക്ക്. നാക്ക് ശരിയല്ല എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ പറയും. നാക്ക് ശരിയില്ലാത്ത, നാക്ക് ഹൃദയത്തിൽ നിന്ന് ഉള്ള ആശയങ്ങളെ പ്രകടിപ്പിക്കുന്ന സാധനമാണല്ലോ നാവ് എന്ന് പറയുന്നത്. ഞാനത് എനിക്ക് ഡയറക്റ്റ് കണക്ഷനാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ സാധനങ്ങളെ ഞാൻ കലർത്താറില്ല. പാർട്ടിക്കകത്തും വിമർശിക്കാൻ അവകാശമുണ്ടെന്നും അങ്ങനെയൊക്കെ വിമർശിച്ചാലും പാർട്ടി പരിരക്ഷിക്കും എന്നതാണ് ലീഗ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ. അല്ല, ഇപ്പം ഞാൻ പുറത്തു പോകണം. ഒരു ഷോ കോസ് നോട്ടീസ് ഇതുവരെ ഞാൻ കൈപ്പറ്റിയിട്ടില്ല.
ഒരു സസ്പെൻഷൻ എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഞാൻ പറയാത്ത കുരുത്തക്കേടുണ്ടായിട്ടില്ല. അത്ര വിശാലമായ ജനാധിപത്യ ലീഗിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലീഗുകാരായിട്ട് നിൽക്കുന്നത്, തുടരുന്നതിൻ്റെ എൻ്റെ ന്യായീകരണം. എനിക്ക് എൻ്റെ CPM അഭിപ്രായം വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ ഈ CPM ഹണ്ട് ചെയ്യുന്നതിന്റെ നിങ്ങളുടെ വീടൊക്കെ ഒന്ന് അളന്നു നോക്കിയ ഒരുപാട് കഥകളുണ്ടല്ലോ. എന്താണ് ഇതിന്റെ ഒരു പി.ടി. തോമസ് പിന്നെ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ നിയമസഭയിൽ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ആദ്യമായിട്ടാണ് നിയമസഭയിൽ അദ്ദേഹം 2018 എൻ്റെ മുമ്പിൽ അദ്ദേഹം ഒരു സാധനം കൊണ്ടുവരുന്നത്. അന്ന് അദ്ദേഹത്തിന് പ്രസംഗമില്ല. രാവിലെ എൻ്റെ റൂമിൽ വന്നിട്ട് പറഞ്ഞു, ഇതൊരു കോൺട്രവേഴ്സ്യൽ സാധനമാണ്. എന്നുവെച്ചാൽ പിന്നെ അന്ന് വീണയുടെ ഓഫീസ് റെയ്ഡ് ചെയ്തിട്ട് കർത്തയുമായിട്ടുള്ള പിന്നെ കണക്ഷൻ പുറത്തു വരുന്ന ദിവസമാണ്. നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെ പറയണം. ഷാജി ചോദിച്ചു, ഞാൻ നിങ്ങൾ മാറ്റർ പറ. അദ്ദേഹം തന്നാണ് അന്ന് ആ മാറ്റർ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട്, നിങ്ങൾ പരിശോധിച്ചോ, നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാനാണ്. ആദ്യമായിട്ട് രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു കക്ഷിയെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാനാണ്. പക്ഷെ അതേസമയം കട്ടിലിനിടയിൽ നിന്ന് പൈസ പിടിച്ചു, അത് 49 ലക്ഷം രൂപ, അതും സത്യമാണ്. ഇതിൽ രസമുണ്ട്, എൻ്റെ കട്ടിലിന് അടിയില്ല. അത് ശരി. തരകൾ എൻ്റെ കട്ടിൽ ക്ലോസ്ഡ് ആണ്. അപ്പൊ പിന്നെ മെത്തരടിയെന്നാണോ? അല്ല, അവിടുന്നുമല്ല. ആര് പോയാലും കാണാവുന്ന വിസിബിളായ സ്ഥലത്താണ് ഈ ഇലക്ഷനിൽ കൊടുക്കാനുള്ള പൈസ ഞാൻ വെച്ചിരുന്നത്. ഇലക്ഷൻ കഴിഞ്ഞ് ഒരു കാൻഡിഡേറ്റിന്റെ വീട്ടിൽ ഇത്രയും പൈസയൊക്കെ ബാക്കി വരിക എന്ന് പറഞ്ഞാൽ അറിയാലോ, അതിന്റെ പകുതി പോലും ഇല്ല നിങ്ങൾക്ക് ചെലവാക്കാവുന്ന. അല്ല, പകുതി പോലൊന്നല്ല. 35 ലക്ഷം അല്ലേ? 35 ലക്ഷം. 35 ലക്ഷം അല്ലേ ചെലവാക്കാൻ പറ്റും? അതിനകത്ത് 16 ലക്ഷം അല്ല, 14 ലക്ഷം കൂടുതലുള്ളൂ ചെലവാക്കാൻ പറ്റുന്ന തുക. അത് അങ്ങനെ തന്നെ ഇരിക്കുന്നു, ബാക്കിയും ഇരിക്കുന്നു. ബാക്കി ഏൽപ്പിക്കണം. ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ്റെ പൈസ റെയ്ഡ് ചെയ്തിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഞാൻ ആ പൈസ തിരിച്ചു വാങ്ങി. ഇപ്പോൾ ഈ രണ്ടാമത്തെ ചോദ്യം എൻ്റെത്, EDയുടെ കേസ്, കേരളത്തിൽ ഏതെങ്കിലും കേസ് തീർന്നു നിങ്ങൾ അറിയും? ഷാജിൻ്റെ കേസ് തീർന്നു, ഫിനിഷ്ഡ്. അപ്പോൾ കാര്യങ്ങൾ ഉഷാറാവട്ടെ. ഓൾ ദി ബെസ്റ്റ്.